സൈകുമാർ, നമുക്കറിയാം ഈ അയ്യപ്പ സംഗമം കഴിഞ്ഞൊരു 45 ദിവസത്തിനകം തന്നെ ഒരു കണക്ക് ചോദിക്കുമ്പോൾ അതിൽ ഇളവ് ചോദിച്ച് ഏറ്റവും ഒടുക്കം ഒരു കോടതിയ ലക്ഷ്യവുമായി എത്തുമ്പോഴാണ് ഒരു കണക്ക് പറയാൻ തയ്യാറാവുന്നത്. അതൊരു സ്വകാര്യ ഓഡിറ്ററെ ഏൽപ്പിക്കുന്നു. ആ സ്വകാര്യ ഓഡിറ്റർ നടത്തിയ ഒരു കണക്ക് സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുക്കുമ്പോൾ അദ്ദേഹം പഠിച്ചു നോക്കുമ്പോഴാണ് ഇതിൽ കുറെ പോരായ്മകൾ കാണുന്നത്. ഇപ്പോൾ നിലവിലത് ആ സ്പെഷ്യൽ കമ്മീഷണർ പറയുന്ന കാര്യങ്ങളെ പോലും PS പ്രശാന്ത് സ്പെഷ്യൽ കമ്മീഷണറിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്, ആ കണക്കുകളെ തള്ളിപ്പറയുന്നുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ കോടതി എങ്ങനെയാണ് ഈ സ്പെഷ്യൽ കമ്മീഷണറുടെ ആ തിരുത്തലുകളെ അല്ലെങ്കിൽ ആ റിപ്പോർട്ടിനെ കണ്ടിട്ടുള്ളത്? കോടതി ഇപ്പോൾ നിലവിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? റോഷ്നി, ശബരിമലയിൽ നടന്ന ഓരോ തട്ടിപ്പുകളും കൃത്യമായി പിടിക്കുകയും അതിൽ അന്വേഷണവുമായി ഇപ്പോൾ മുന്നോട്ട് പോവുകയും എല്ലാം ചെയ്തത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയ ശക്തമായ നീക്കമാണ്. ഈ സ്വർണ്ണക്കൊള്ള പോലും ഇപ്പോൾ ഇவ்விധത്തിൽ എത്തി നിൽക്കുന്നത് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ മൂലമാണ്. അവിടെ നടക്കുന്ന ഓരോ കാര്യവും കോടതി കൃത്യമായി വിലയിരുത്തുന്നു. തട്ടിപ്പിന്റെ ഒരു വലിയ മല തന്നെ ശബരിമലയിൽ നടന്നു എന്നാണ് ഒരു വേള കോടതി വിലയിരുത്തിയത്. ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോടതിക്ക് മുന്നിലെത്തിയ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ നൽകിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഒരു സംക്ഷിപ്ത രൂപം അതാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചത്. അത് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തന്നെ കോടതി വലിയ അമ്പരപ്പോടുകൂടിയാണ് ആ കണക്കുകളെ കാണുന്നത്. വലിയ ആശങ്കയും അതൃപ്തിയും ഒക്കെ കോടതി അതിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വലിയ തട്ടിപ്പ് അതിൽ നടന്നു, ഒരു ക്രമക്കേട്, അതായത് സാമ്പത്തികമായി ഒരു തരത്തിലുള്ള അച്ചടക്കവും പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് കോടതി തന്നെ വിലയിരുത്തിയത്. പല കാര്യങ്ങൾക്കും കണക്കില്ല. ടെൻഡർ വിളിക്കാതെയാണ് അവിടെയുള്ള പല നിർമ്മാണങ്ങളും നടന്നിട്ടുള്ളത്. അതിഥികൾക്ക് നൽകിയ സമ്മാനങ്ങളുടെയും പ്രസാദങ്ങളുടെയും കാര്യത്തിൽ പോലും കണക്കുകളില്ല. അതിഥികൾക്കായി വാങ്ങിയ കിടക്കയിൽ പലതും കാണുവാനില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് തന്നെ കോടതി കഴിഞ്ഞ ദിവസം വിമർശനമായി ഉന്നയിക്കുകയും ദേവസ്വം ബോർഡിനോടടക്കം വിശദമായിട്ടുള്ള വിവരങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. 3 ആഴ്ചക്കകം അതിൽ കൃത്യമായ മറുപടി നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഏകദേശം 6 മാസത്തോളമാകും ഈ പരിപാടി കഴിഞ്ഞിട്ട്. ഇപ്പോഴും ഇതിന്റെ കണക്ക് കൃത്യമായി കൊടുക്കാൻ ദേവസ്വം ബോർഡിനോ ബന്ധപ്പെട്ട ആളുകൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഓഡിറ്റിലെ ഇപ്പോൾ പുറത്തു വരുന്ന പല വിവരങ്ങളും അത് രേഖാമൂലം കോടതിക്ക് മുന്നിലില്ല എങ്കിൽ പോലും ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ടുള്ള ഒരു റിപ്പോർട്ട് അവിടെയുണ്ട്. അതിലും വലിയ രീതിയിലുള്ള ഒരു ആർഭാടപരമായിട്ടുള്ളൊരു ചിലവ് നടന്നിട്ടുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ആ റിപ്പോർട്ട് പോയിട്ടുള്ളത്. സ്വാഭാവികമായും ഈ പണം എങ്ങനെയാണ് GST അടച്ചതിൽ പോലും ക്രമക്കേടുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയത്. അപ്പോൾ കോടതി വളരെ ഗൗരവമായി തന്നെ വിഷയത്തെ കാണുന്നു. അതിൽ വിശദമായ റിപ്പോർട്ട് 3 ആഴ്ചക്കകം വേണം എന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷമായിരിക്കും ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. എന്തായാലും ഈ ടെൻഡർ വിളിക്കാതെ അടക്കമുള്ള ഈ നടപടികളിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് ദേവസ്വം ബോർഡിന് എന്ന ഒരു പ്രാഥമിക വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ കോടതിക്കും ഉള്ളത്. ഓക്കെ, സായ്കുമാർ പറഞ്ഞതുപോലെ കോടതി വളരെ ഗൗരവമായി തന്നെ കാണുന്ന കണക്കുകളാണ്. അത് പൊതുമധ്യത്തിൽ വെക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്.